വലിയ കേസാണ് ഡോക്ടർ. പുള്ളി ഒരു പ്രസ് ജോലിക്കാരനാണ്. എന്താണിത്? ശ്വസനക്രിയ യോഗാസനത്തിൽപ്പെട്ട ഒരു വ്യായാമം. ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഉത്തമം. അതായത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് സാരം. ഓഹോ, രോഗം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നെഞ്ചിന്റെ വലത്ത് ഭാഗം ഒരു പണിമുടക്കിലാണ്. അലവൻസ് കൂട്ടി കിട്ടാനാണെന്ന് കരുതി ദിവസവും ഓരോ സിഗരറ്റ് വീതം കൂടുതൽ വലിച്ചു നോക്കി. ഒരു രക്ഷയുമില്ല. നിവർന്നു കിടക്കണം. പേരെന്താണ്? സേതു, അതായത് കെ സേതുമാധവൻ നായർ. കെ എന്ന് വെച്ചാൽ കർമ്മഫലം. വൈകിട്ട് ദേഹത്ത് ചൂട് തോന്നാറുണ്ടോ? വെയിലത്ത് നിന്നാൽ ചൂട് തോന്നാറുണ്ട്. അധിക പ്രസംഗം എനിക്ക് ഇഷ്ടമല്ല. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. വായി തിരക്കൂ. ശരി, ഉച്ച തിരിഞ്ഞ് എക്സ്റേ എടുക്കണം. നെഞ്ചിന് വേദനയുള്ളപ്പോൾ ഇങ്ങനെ അശ്രദ്ധ കാണിക്കരുത്. സ്വസ്ഥമായി ഒരിടത്ത് കിടക്കണം. പുക വലിക്കാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ പന്തിയിൽ പക്ഷഭേദം കാണിക്കുന്നതിന്റെ രഹസ്യം മാത്രം മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ആ വാർഡിൽ കിടക്കുന്ന മിസ്റ്റർ ഫുട്ബോളിനോട് വലിയ സ്നേഹം, എന്നോട് മാത്രം വലിയ ദേഷ്യം. താങ്ക് യു. ഞാനും ഒരു ഫുട്ബോൾ പ്ലെയർ ഒക്കെയാണ്. ഇത് സത്രമല്ല, ഹോസ്പിറ്റലാണ്. അത് ഓർമ്മ വേണം. നിന്നോട് മരുന്ന് കഴിച്ചോ? കഴിച്ചില്ല. മരുന്ന് വലിയ കയ്പ്പ്. എനിക്ക് മരുന്ന് വേണ്ട, ഓറഞ്ച് മതി. നല്ല മധുരമുള്ള മരുന്നല്ലേ ഞാൻ നിനക്ക് കഴിച്ചത്? ഇനി പുസ്തകം വായിക്കരുത്. നേരെ കിടക്ക്. എന്റെ വിധം മാറും കേട്ടാ. നിങ്ങളെ പോലെയുള്ളവർ ഇങ്ങനെ ചെയ്താലോ? ഇപ്പൊ ഫയല് നോക്കി എന്ത് സംഭവിക്കും? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ മണ്ണാർക്കുളഞ്ഞി എസ്റ്റേറ്റിലെ റബ്ബർ ടാപ്പ് ചെയ്ത് കണക്ക് നോക്കുമായിരുന്നു. ഞാൻ ആശുപത്രിയിലായതുകൊണ്ട് കഴിവേറുകൾ ഇപ്പൊ കട്ടുമുടിക്കുകയായിരിക്കും. കക്കാൻ കഴിവുള്ളവൻ കക്കട്ടെ മുതലാളി. കോഴിയെ തിന്നാൽ ദഹിക്കുന്നവൻ കോഴിയെ തിന്നട്ടെ. നിങ്ങൾ എന്തായി ചെയ്തത്? അഗ്നിപുത്രി. കർത്താവേ, ആരുടെ പുത്രിയാ? പുക. അഗ്നിയുടെ മകളാണല്ലോ പുക. ഈ നഴ്സിംഗ് ഹോമിന് ചുറ്റും ഒരുപാട് കാപ്പിക്കടകളാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പുക. എങ്ങനെയെങ്കിലും വലിയ ഡോക്ടറോട് പറയാം. ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വലിയ ഡോക്ടറോട് പറഞ്ഞ നിങ്ങൾ ഈ നിമിഷം പുറത്താക്കും. അയ്യോ, എന്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. 12ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ സിഗരറ്റ് വലിച്ചത്. അന്ന് എന്റെ അമ്മ പറയും, എടാ അടിച്ച് ഞാൻ പുറത്തിറക്കും. പാവം അമ്മ മരിച്ചുപോയി. ഞാൻ അമ്മയല്ല, സിസ്റ്ററാണ്. വെറും നേഴ്സ്. അത് മറ്റുള്ളവർക്ക്. നിങ്ങൾ എനിക്ക് അമ്മ തന്നെയാണ്. അതല്ലേ എന്നെ വഴക്ക് പറയുന്നത്. നിങ്ങൾ എന്തിനാ തുടിച്ചു നോക്കുന്നത്? ഞങ്ങൾ അമ്മയും മകനുമാണ്. വഴക്ക് കൂടും, പിണങ്ങും, അല്ലേ അമ്മേ? മതി, അധികം പ്രസംഗിക്കണ്ട. ഇനി സിഗരറ്റ് വലിച്ച ഞാൻ വലിയ ഡോക്ടറെ റിപ്പോർട്ട് ചെയ്യും. എന്റെ പൊന്ന് സിസ്റ്ററെ, അല്ല എന്റെ പൊന്ന് അമ്മേ, എന്തിനാ ഈ രോഗികൾ നഴ്സിംഗ് ഹോമിൽ വരുന്നത്? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? സിഗരറ്റ് വലിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. പുരുഷന്മാർ മനസ്സിലെ വേദന പുകച്ചു കളയുന്നു, സ്ത്രീകൾ കരഞ്ഞു കളയുന്നു. അല്ലേ ഗ്ലൂക്കോസ് മുതലാളി? അല്ല, സ്ത്രീകൾ രാക്ഷസികളുടെ രൂപത്തിലും നഴ്സിന്റെ രൂപത്തിലും നമ്മെ ശകാരിക്കുന്നു. പുരുഷന്മാർ എരിയും പുളിയും കൂട്ടാതെ പട്ടിണി കൊണ്ട് കരയുന്നു. പോയി കിടക്കണം. ഈ മനുഷ്യന്റെ നെഞ്ചിനകത്ത അസുഖം. പുക വലിക്കാൻ പാടില്ല. ചോര, മൂത്രം, കഫം എല്ലാം എടുത്ത് പരിശോധിക്കണം. എക്സ്റേ എടുക്കണം വലിയ ഡോക്ടർ പറഞ്ഞിരിക്കുക. പോയി കിടക്കണം. എന്റെ പൊന്നു മക്കളെ, ആ ചെറുക്കന്റെ വായനാ കൂടെ ഒന്ന് പരിശോധിച്ചേക്കണേ. ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാണ്. ഞാൻ കാരണം മാലതിക്ക് പലപ്പോഴും അപമാനം നേരിടേണ്ടി വരുന്നു. ക്ലാസ്സിൽ നിന്ന് മാലതിയുടെ ചിത്രം വരച്ചത് ഞാൻ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ മറ്റുള്ളവർ മാലതിയെ കളിയാക്കുന്നില്ലേ? ഓ, സാരമില്ല. ഇനിയെങ്കിലും അതൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. യാതൊരു രക്ഷയുമില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും ആവർത്തിക്കാതിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ മനസ്സ് മുഴുവൻ മാലതിയാണ്. അത് ഞാൻ ഒരു വലിയ ക്യാൻവാസിലേക്ക് പകർത്തും. അയ്യോ വേണ്ട, അത് പാടില്ല. എന്ത്? മറ്റെന്തെല്ലാം മറന്നാലും
നമ്മൾ പരസ്പരം മറന്നുകൂടല്ലോ. എല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. മാലതി ചാത്തൻ മാസ്റ്ററുടെ മകളാണ്. അങ്ങ് ശ്രീവാഴും കോവിലകത്തെ തമ്പുരാനാണ്. പക്ഷേ മാലതിയുടെ മുന്നിൽ... വേണ്ട, ബാക്കി പറയണ്ട. അത് പറഞ്ഞുകൂടാ. മാലതി ഇത്രയേറെ ഭയപ്പെടുന്നതിന് ധൈര്യമായിരിക്കും. ഞാൻ പാവപ്പെട്ടവളാണ്. അത് വെറും സങ്കല്പം മാത്രം. സത്യവും അതാണ്. പഴയ സത്യങ്ങൾ പലതും ഇന്ന് അസത്യങ്ങളാണ്. പക്ഷേ പലരും അംഗീകരിച്ചെന്ന് വരില്ല. സത്യത്തെ അംഗീകരിക്കാത്തവരെ അവഗണിച്ചേക്കുക. മറ്റൊന്നും നോക്കരുത്. ഇതിൽ ഞാൻ മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഞാൻ കാരണം എനിക്കുകൂടി അപകടമുണ്ടാകുമെന്നായിരിക്കും. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ജാതിയുടെയും മതത്തിന്റെയും മുന്നിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല. മാലതി എന്ന് വിശ്വസിക്കും. പക്ഷേ ചില ബന്ധങ്ങളുടെ മുന്നിൽ പരാജയപ്പെടേണ്ടി വരും. ബന്ധങ്ങളൊന്നും ബന്ധനങ്ങളാകാൻ ഞാൻ സമ്മതിക്കില്ല. അതെല്ലാം നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ എനിക്കറിയാം. മാലതിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപേക്ഷ കൊണ്ട് ആരും സ്നേഹിക്കാറില്ല. ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹിക്കും. എന്തു പറയുന്നു? എന്റെ സ്നേഹത്തിന് ഒരു ശിക്ഷ കൂടിയുണ്ട്. അത്ര വലിയ അപകടമൊന്നും ഇക്കാര്യത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. ജാതിയും മതവും എന്നൊക്കെ പറയുന്നത് ഇന്നൊരു പ്രശ്നമേ അല്ല. എഴുത്തിലും പ്രസംഗത്തിലും മാത്രം. ജീവിതത്തിൽ നേരെ മറിച്ചാണ്. ജാതിക്കെതിരായി നിയമം ഉണ്ടാക്കുന്നവർ പോലും ജാതിയുടെ അടിമകളാണ്. എങ്കിൽ ഞാനെങ്കിലും അങ്ങനെ അല്ലെന്ന് വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കാം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇനിയെല്ലാം അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്റെ കാര്യമല്ലേ എനിക്ക് തീരുമാനിക്കാൻ കഴിയും. എന്റെ കാര്യം കൂടി ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പോട്ടെ. സമയം വളരെയായി. നിർബന്ധമാണെങ്കിൽ പോകാം. പക്ഷേ നാളെ ശനിയാഴ്ചയാണ്. നമ്മൾ വീണ്ടും കാണുന്നു. എന്താ? താനെന്താ നോക്കി അമ്പരം നിൽക്കുന്നത്? സ്ത്രീകളെ കുതിരകളോട് ഊമിക്കും. കണ്ടില്ലേ ആ സ്ത്രീയുടെ സൗന്ദര്യം? ആ തലമുടി കുതിരവാലി പോലെ. തിരിഞ്ഞു നിന്നാൽ അവളുടെ മുഖം കുതിരമുഖമായാലോ? അതൊരിക്കലും ആയിരിക്കും. ഏതാ ഈ പെണ്ണ്? നമ്മുടെ കൊട്ടാരം കുതിരവൈദ്യന്റെ മകൾ മാളു. ഓഹോ, കൊട്ടാരം കുതിരവൈദ്യന്റെ മകളായതുകൊണ്ടായിരിക്കും പെണ്ണ് കുതിരയെ പോലെ ഇരിക്കുന്നത്. ചുമ്മാ തമാശ പറയായിരിക്കും അമ്പാടി. എനിക്ക് അവളെ ഒന്ന് കാണണല്ലോ. എന്താ ഒരു മാർഗം? നേരെ അവളുടെ വീട്ടിൽ ചെല്ലണം. അയ്യോ, അവളുടെ അച്ഛനും സഹോദരനും പ്രസിദ്ധ കുതിരവൈദ്യന്മാരും മന്ത്രവാദികളുമാണ്. നിക്ക് അവിടെ ചെന്നാൽ അവരെന്തിനു വന്നു എന്ന് ചോദിച്ചാൽ താൻ എന്ത് പറയും? വഴി ഞാൻ പറഞ്ഞുതരാം. ഈ കുതിരയുടെ വേഗത കൂടാനുള്ള ഒരു സിദ്ധൌഷധമുണ്ട്. അത് എനിക്ക് വേണ്ടി താൻ അവരുടെ പക്കൽ നിന്നും പോയി വാങ്ങിച്ചുണ്ട്.
ഇവിടെ വലിയ ആഴമൊന്നുമില്ല, കയറി പൊയ്ക്കോളേ. പൊതഞ്ഞു പൊതഞ്ഞു പോട്ടെ. ആപത്തിൽ സഹായിക്കുന്നവനെ പറ്റിക്കുന്നവരെ വിശ്വസിച്ചുകൂടുന്ന. ആ കൈ ഒന്ന് നീട്ടി നിങ്ങള്. ശരി, 1000 മാപ്പ് പറയും. 1001 മാപ്പ്. ആ കൈ നീട്ടി. എന്നെ രക്ഷിച്ചത് ഞാൻ മറക്കൂല. എന്നെ പറ്റിക്കാൻ നോക്കിയത് ഞാനും മറക്കൂല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പേര്? പേര് അമ്മു. നാദാപുരം നാടുവാഴിയുടെ മോള് ആർത്തിത്തമ്പുരാട്ടിയുടെ ഇഷ്ടപ്പെണ്ണ്. മനസ്സിലായില്ലല്ലോ. എന്റെ പേര് അമ്പാടി. അമ്മു. അത് തോഴി തിരക്കി വരുന്നു. ഞാൻ പോട്ടെ. അമ്മു. കൺസ്ട്രക്ഷൻ കമ്പനി 33 ലക്ഷം രൂപ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ എല്ലാവരും കൂടെ? സാർ, ഈ വർക്ക് തൊഴിലാളി സഹകരണ സംഘത്തെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ PWD മിനിസ്റ്റർക്കോട് അപേക്ഷ അയച്ചിട്ടുണ്ട്. അതിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷമേ ഈ ടെൻഡർ ഉറപ്പിക്കാം. PWD മിനിസ്റ്റർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി അന്വേഷിക്കണം. ഞാൻ സംസാരിക്കുന്നത് എഞ്ചിനീയറോടാണ്. വകുപ്പ് മന്ത്രിയുടെ കീഴിലൊരു ഉദ്യോഗസ്ഥനാണ് എഞ്ചിനീയർ എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്കിപ്പോ എന്ത് വേണം? ഞങ്ങളുടെ അപേക്ഷയുടെ വിവരം അറിയാതെ ഈ ടെൻഡർ ഉറപ്പിക്കാൻ പാടില്ല. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാനത്തെ സമയം ഇന്ന് 10 മണിയായിരുന്നു. അത് കഴിഞ്ഞു. ഇദ്ദേഹം വന്നിട്ടുള്ള ടെൻഡറുകളിൽ നിന്നും ആർഹതയുള്ളത് ഞാൻ തിരഞ്ഞെടുത്ത് ഉറപ്പിക്കും. എന്റെ ജോലി തടസ്സപ്പെടുത്താൻ നിങ്ങൾ ഫോൺ എവിടുന്നു? Yes, Engineer Das here. Yes, sir. ശരി സാർ. സാർ അത് ശരി സാർ. സാർ ഓക്കെ. ഇരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. കാര്യം പറയണം. മിസ്റ്റർ ഗോപാലൻ, ഈ വർക്ക് നിങ്ങളുടെ തൊഴിലാളി സഹകരണ സംഘത്തിന് വിട്ടുതരാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഈ വിവരമാണ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. ഈ ഗോഡൌൺ കത്തിയെരിയുമെന്ന് നേതാവ് ഇന്നലെ വെല്ലുവിളിച്ചത് ഇൻസ്പെക്ടറും കേട്ടതല്ലേ? ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. തർക്കമൊന്നും വേണ്ട. മിസ്റ്റർ ഗോപാലൻ, നിങ്ങളുടെ പാർട്ടി ഓഫീസ് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം. എവിടെ വേണമെങ്കിലും പരിശോധിച്ചോളൂ. വരണം. പരിശോധിക്കും. ഇതിനകത്തൊന്നുമില്ല സാർ. സാർ, വേണമെങ്കിൽ എന്റെ വീട് കൂടി ഒന്ന് പരിശോധിക്കാം. ശരി. പരിശോധിക്കും. നടത്തിയിരിക്കുന്നു സാർ. ഇത് ചതിയാണ്, കൊടും ചതി. പ്ലീസ് കം വിത്ത് മീ.
ഞങ്ങളെ തടസ്സപ്പെടുത്തരുത്. ഒരു കുറ്റവും ചെയ്യാത്ത ഗോപാലനെ ജയിലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മിസ്റ്റർ ഗോപാലൻ, ഞങ്ങൾക്ക് നിയമം നടത്തണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിസ്സഹായനാണ്. നിങ്ങൾ ദയവായി നിയമം നടത്തുന്നതിന് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തരുത്. ഞാൻ കുറ്റവാളിയല്ല, അത് എനിക്ക് നിങ്ങൾക്കും അറിയാം. മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും വേണം. അതുകൊണ്ട് ദയവായി നിങ്ങൾ വഴിമാറി കൊടുത്തേക്കുക. എല്ലാരും വഴിമാറി കൊടുക്കണം.